What's up guys, it's me Nitish and welcome back to my channel. So ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആവണം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ നിന്നും പണം സമ്പാദിക്കണം എന്നുള്ളവർക്ക് കേൾക്കാനും കാണാനും പറ്റിയൊരു വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ 2022 നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസിനെ പറ്റിയാണ്. അതും ഫോട്ടോഗ്രാഫിയിൽ നിന്നും ഏൺ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അതായത് ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനായി എടുത്ത് അതിൽ നിന്നും പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് ഇഫ് യു ആർ നോട്ട് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, യു ഡോണ്ട് ഹാവ് ടു വാച്ച് ദിസ് വീഡിയോ. But if you want to be a professional photographer, if you want to be in that content creating space, or if you want to be a social media influencer, so if you want to make content and if you want to earn money from it, you have to watch this video and it will help you along the road. And some of the things which I'm going to say in this video will be controversial. അത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ 1, 2, 3 ഒക്കെ ഉണ്ടാവും. ഐ തിങ്ക് യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് മാത്രമല്ല ഞാൻ പറഞ്ഞു തരുന്നത്, മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് കരിയർ അഡ്വൈസ് ആണ്. ഹൗ ടു ബിക്കം എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, ഹൗ ടു മേക്ക് ഗുഡ് മണി ഫ്രം ഫോട്ടോഗ്രാഫി ഇൻ 2022. ബിഫോർ ദാറ്റ് I'll talk about myself for a bit. So ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് നോളജ് ഉണ്ടാവത്തുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ ഒരു ആസ് എ ഫോട്ടോഗ്രാഫർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. സോ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്റിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. ഐ വർക്ക്ഡ് ആസ് എ ഫോട്ടോഗ്രാഫർ, ആസ് എ വീഡിയോഗ്രാഫർ, ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, ആസ് എ പ്രൊഡക്ഷൻ കൺട്രോളർ. സോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻ കണ്ടന്റ് ക്രിയേറ്റിംഗ് സ്പേസ്. സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയറോസ്പേസ് റിസർച്ച് ഫേമാണ് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ്. ആൻഡ് ഐ എം വർക്കിംഗ് ആസ് എ പ്രൊഡക്ഷൻ പ്രൊമോ വീഡിയോ മേക്കർ. സോ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് എൻ്റെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എയർക്രാഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ക്യാപ്ചർ ചെയ്യുക, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുക. സോ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലൈയിങ് ടെസ്റ്റുകളുണ്ടാവും, ഫ്ലൈയിങ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് ഡോക്യുമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. സോ അതർ than working in my firm, I got a chance to work with some of the great brands out there. So Sony, Tanishq, Josa Lucas, Malabar Gold. I worked with all those brands. I got a pretty good experience in this field. So ഇൻഡസ്ട്രീൻ്റെ പുറത്തു നിന്നും അതേപോലെ തന്നെ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ എല്ലാ എക്സ്പീരിയൻസും ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഓവർ ഞാൻ പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റത്തെ ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ക്യാമറ ഗിയർ ആണ്. ഓരോ വർഷം കൂടുമ്പോഴും പുതിയ ക്യാമറ മോഡൽസ്, അതും ഓരോ വർഷം കൂടുമ്പോഴും ക്യാമറേൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്നല്ലാതെ അത് ഡിക്രീസ് ചെയ്യുന്നില്ല. പുതിയ ടെക്നോളജീസ് അഡാപ്റ്റഡ് ആവുന്നുണ്ട്. മിററിൽ നിന്ന് മിറർലെസ്സിലേക്കായി ഈ ക്യാമറാസിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ മെഗാ പിക്സൽ റേറ്റും ഇൻക്രീസ് ആവുന്നുണ്ട്. ഇപ്പം സാധാരണ നോക്കുന്ന നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സും അതേപോലെ തന്നെ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫേഴ്സും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നീഡ്സിന് മാത്രം പൈസ ഫോട്ടോഗ്രാഫീനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാറുന്ന ട്രെൻഡുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യാൻ അത്രത്തോളം പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നെങ്കിൽ ലോൺ എടുത്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് കടം വാങ്ങിയോ ഒക്കെ ആയിരിക്കും ഫോട്ടോഗ്രാഫി ഗിയർ വാങ്ങുന്നത്. സോ സോഷ്യൽ മീഡിയ വന്നോടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ക്യാമറാസിനെ കുറിച്ച്. അല്ലെങ്കിൽ ഓരോരുത്തരും വന്ന് ആദ്യം ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഏത് ക്യാമറയാണ് ഓൺ ചെയ്യുന്നത്, എത്ര രൂപയാണ് ഈ ക്യാമറേൻ്റെ വില, അത് വെച്ചിട്ടാണ് നമ്മളെപ്പോലും വാല്യൂ ചെയ്യുന്നത്. ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറാസ് വെച്ചിട്ടാണ് നമ്മളെ വാല്യൂ ചെയ്യുന്നത്. സോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറാസ് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട് നമുക്കിപ്പോൾ. ഒരു മാസം ഒരു 4-5 വെഡ്ഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് 1 വർഷം 2 വർഷം എടുക്കും ഈ ക്യാമറ ഗിയറിൻ്റെ തന്നെ പൈസ അതിൽ നിന്നും കിട്ടാൻ. ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അത് കഴിഞ്ഞ് ബാക്കി വരുന്ന വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് നമ്മുടെ ഇപ്പോൾ ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോൺ അടിക്കാനും കാര്യങ്ങളുണ്ടെങ്കിൽ 1-2 വർഷമാവും. സോ അപ്പോൾ തന്നെ ആ ഒരു ക്യാമറേൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ടാവും. സോ നമ്മളിപ്പോഴും ഫോഴ്സ് ആവുകയാണ് പുതിയൊരു ക്യാമറ, അതായത് അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ എടുക്കാനുള്ള. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൈസയുള്ളവർ DSLR ക്യാമറാസ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറാസ് എടുക്കും. DSLR ക്യാമറ കയ്യിലുള്ള എല്ലാവരും ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള അവസ്ഥയാണ്.
കാരണം DSLR ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. യു ഡോണ്ട് ഹാവ് ടു നോ എനിത്തിങ്, ജസ്റ്റ് യു വാണ്ട് ടു ബേ എ പ്രൊഫഷണൽ ക്യാമറ ആൻഡ് യു ആർ പ്രൊഫഷണൽ. യു ക്യാൻ ജസ്റ്റ് കോൾ യുവർ സെൽഫ് ആസ് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. അത് നിങ്ങളെ തന്നെ വിളിക്കാം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്നും DSLR ക്യാമറ ഉണ്ട്, അതും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയാണ്. സോ ഇത് നമ്മുടെ രണ്ടാമത്തെ ചലഞ്ചിലേക്ക് എത്തിക്കുകയാണ്. ഫോട്ടോഗ്രാഫി ഈസ് ഓവർ ക്രൗഡഡ്. ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഓവർ ക്രൗഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വർക്ക്സിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ക്ലയൻസിനെ കിട്ടുന്നുള്ളൂ. ഇൻ വൺ ഹാൻഡ് ഇറ്റ്സ് വെരി ഗുഡ്, ബട്ട് ഇൻ ദ അതർ ഹാൻഡ് ഇറ്റ്സ് നോട്ട്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലാണ് അല്ലെങ്കിൽ മോഡൽ ഫോട്ടോഗ്രാഫിയിലാണ്. ആൻഡ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് ബിഗിനേഴ്സ്, അതായത് ന്യൂബീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു റേറ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് കൊടുക്കുക ക്ലയൻറ്റിന്. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റൊരു, അതായത് ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫർ ന്യൂബീൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ വളരെ റേറ്റ് കുറച്ച് കൊടുക്കുക. ഒരു മാസം 1, 2, 3 വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ്, അത്ര കിട്ടുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ളായിട്ടുള്ള, അതായത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു ഇനം മൊത്തം ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോഡലിംഗ് ഫോട്ടോഗ്രാഫി ഇപ്പോൾ ആർക്കും ഈസി ആയിട്ട് ഫ്രീ കൊളാപ്സ് ചെയ്യാം. ഞാൻ മിനിമം ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യാൻ 10 to 15K ആണ് വാങ്ങുന്നത്. ഇപ്പോൾ റൈറ്റ് നോ ഇപ്പോൾ ആൾക്കാരെൻ്റെ ചോദിച്ചു തുടങ്ങി നമുക്ക് ഫ്രീ കൊളാപ്സ് ചെയ്ത് തുടങ്ങിയാലോ എന്ന്. ഫ്രീ കൊളാപ്സ് എന്താണ്? ഫ്രീ കൊളാപ്സ് നിങ്ങൾക്ക് ലേൺ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ഒരുപാട് പേർക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫ്രീ. ഇഫ് യു ആർ നോട്ട് ഗുഡ് അറ്റ് സംതിങ് യു വിൽ ഡു ഇറ്റ് ഫോർ ഫ്രീ. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാല്യൂ നോക്കി. ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഒരാൾ വന്നു, അയാൾക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പറയും, അവരും നിങ്ങളുടെ അടുത്ത് നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ചോദിക്കത്തുള്ളൂ. അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല നിങ്ങൾ മണി ചോദിക്കും, നാളത്തെ നിങ്ങൾ പൈസ ചോദിക്കുന്നുള്ളൂ. അവരെപ്പോഴും അത് ഫ്രീ ആയി കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന ഗിഗ്സ്, അതായത് നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുള്ള, ഒരിക്കലും നിങ്ങൾ ഫ്രീ ആയി ചെയ്യാണ്ടിരിക്കുക. ടേക്ക് മണി. കാരണം നിങ്ങൾ അത്രത്തോളം അവേഴ്സ് ഇത് പഠിക്കാനും ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈം സ്പെൻഡ് ചെയ്തതിൻ്റെ എങ്കിലും മിനിമം എമൗണ്ട് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ആൻഡ് ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് ആൻ ഈസി ജോബ്. വെറും ഒരു ക്യാമറ എടുത്ത് ക്ലിക്ക് ചെയ്യൽ മാത്രമല്ല ഫോട്ടോഗ്രാഫി. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് അങ്ങനെ തോന്നത്തുള്ളൂ എങ്കിൽ പോലും വി നോ ആസ് ഫോട്ടോഗ്രാഫേഴ്സ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് to be in that mindset to click those photos. So എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന വർക്കിന് എന്ത് ചെയ്യുക, പൈസ വാങ്ങാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയും അത് എഫക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു ഗിഗ് ചെയ്യുമ്പോൾ, ഒരു കൊളാബറേഷൻ ചെയ്യുമ്പോൾ അതിനെ അങ്ങനെ കാണാൻ ശ്രമിക്കുക. സോ അടുത്ത സമയത്ത് നിങ്ങളൊരു കൊളാബറേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് മൈൻഡിൽ വെച്ചിട്ട് ചെയ്യുക. ഓൾവേസ് ടേക്ക് മണി ഫോർ യുവർ വർക്ക്. പിന്നെ മറ്റു ചിലരുണ്ട്, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി വെറും എന്താ പറയുക, മോസ്റ്റ്ലി മോഡലിംഗ് ഫോട്ടോഗ്രാഫി, ഫ്രീ കൊളാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസിനെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരെ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണാൻ കഴിയും. അതും ഒരു വലിയ പ്രശ്നമാണ് 2022 നമ്മൾ ഫേസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പെൺകുട്ടികൾക്കും എന്താണ്, അവർക്കും ഫോട്ടോ വേണം. ഫ്രീ കൊളാബ് എന്നൊക്കെ പറയുമ്പോൾ അവരും എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഈ ഒരു വലയിൽ വീഴുകയും അതേപോലെ തന്നെ അവർ യൂസ് ചെയ്യപ്പെടുകയും ആൻഡ് അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്. അതായത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജായി മാത്രം, അതായത് ഗേൾസിനെ കിട്ടാൻ വേണ്ടി ഒരു ബ്രിഡ്ജായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന്. സോ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ക്രൗഡാണ്. ഫോട്ടോഗ്രാഫി പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ക്രൗഡാണ്. എല്ലാവരും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലേക്കാണ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഒരുപാട് ഡിഫറെൻറ്റ് ജനേഴ്സ് ഉണ്ട് ഫോട്ടോഗ്രാഫിയിൽ. അതിനകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ജനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഒരുപാട് കമ്പനീസ് ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് ജോബ് വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫോട്ടോഗ്രാഫർ ജോബ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം സാലറി നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഇഫ് യു ഹാവ് 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് യു വിൽ ഈസിലി ഗെറ്റ് ഫോട്ടോഗ്രാഫി ജോബ്സ്. അത് നല്ല മൾട്ടിനാഷണൽ വെൽ റിനൗണ്ട് കമ്പനീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദേ ഓൾസോ വാണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് റൈറ്റ് നൗ ടു ഷോ ദെയർ പ്രൊഡക്ട്സ്, ടു ഷോ ദെയർ വർക്ക്സ് ഇൻ സോഷ്യൽ മീഡിയ. ദേ നീഡ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ്. അവർ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെയും അതേപോലെ തന്നെ വീഡിയോഗ്രാഫേഴ്സിനെയും ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ല, പക്ഷേ യു നീഡ് സം എക്സ്പീരിയൻസ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണം. മിനിമം ഒരു 6 months ഒരു 1 year ഡിപ്ലോമ കോഴ്സ് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങോ
സംതിങ് ലൈക്ക് ദാറ്റ്. ഇഫ് യു ഹാവ് എ സർട്ടിഫിക്കറ്റ് യു ക്യാൻ ഈസിലി ഗെറ്റ് ത്രൂ ഇറ്റ്. ആൻഡ് ആ ഒരു വേൾഡ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങളൊരു പ്രൊഫഷണൽ സെറ്റപ്പിലായിരിക്കും വർക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ക്ലയൻസ്, അതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഹൈ ക്വാളിറ്റി ഇൻഡിവിജ്വൽസിൻ്റെ കൂടെയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഈ കരിയർ കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തായാലും പോയിട്ട് ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങുക. യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് മണി ഓൺ എക്യുപ്മെൻറ്റ്. നിങ്ങൾക്ക് ഒരു രൂപ പോലും അതിനെ ചിലവാക്കേണ്ട ആവശ്യം വരില്ല. ഇഫ് യു ഹാവ് ദ നോളജ് ആൻഡ് ഇഫ് യു ഹാവ് എ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിഫറെൻറ്റ് കമ്പനീസിൽ. ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്കുള്ള നോളജ് വെച്ച് തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. സോ എല്ലാ എക്യുപ്മെൻറ്റും അതേപോലെ തന്നെ കമ്പ്യൂട്ടറും ക്യാമറാസും ഒക്കെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ജസ്റ്റ് അവിടെ ചെല്ലുക, എന്താണ് പറയുന്ന വർക്ക് അത് ചെയ്തു കൊടുക്കുക. അതൊന്ന് മാത്രമായിരിക്കും നിങ്ങളുടെ ജോലി. ആൻഡ് യു ക്യാൻ മേക്ക് ഗുഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. അത് ജസ്റ്റ് ഒരു കരിയർ അഡ്വൈസ് ആണ്. ആൻഡ് ദർ ആർ മെനി. പിന്നെ ഫുഡ് ഫോട്ടോഗ്രാഫിയാണ്. ഫുഡ് ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി, റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി. സോ ആർക്കിടെക്ചറും റിയൽ എസ്റ്റേറ്റും ഏകദേശം സെയിം തന്നെയാണ്. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ഡിഫറെൻറ്റ് ജനേഴ്സ് ഓഫ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ എടുത്ത ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, ഡിഫറെൻറ്റ് കമ്പനീസിന് അയച്ചു കൊടുക്കുക. ആൻഡ് ഇഫ് യുവർ വർക്ക്സ് ആർ ഗുഡ്, ഇഫ് യു ഹാവ് എ ഗുഡ് പോർട്ട്ഫോളിയോ, നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഓരോ പൈസയൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അത് നല്ലൊരു പേ ചെക്ക് എവറി മന്ത് എൻഡിൽ നിങ്ങളുടെ പോക്കറ്റിൽ വിടുന്നതാണ്. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനി അതർ പ്രോബ്ലംസ് ദാറ്റ് അതർ ഫോട്ടോഗ്രാഫേഴ്സ് ഫേസ്. ആൻഡ് കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫീൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും നിങ്ങളുടെ ജോബിന്. ഒരു മാസം നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാസം വർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു പേയ്മെൻറ്റും ഉണ്ടാവില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് എപ്പോഴും വർക്കും ഉണ്ടാവും. എല്ലാ മാസം മന്ത് എൻഡിലും നിങ്ങൾക്കൊരു പേ ചെക്ക് കിട്ടും. സോ മൂന്നാമത്തെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എക്സ്പെക്റ്റേഷനാണ്. അതെ, നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ ക്ലയൻസിനും ഇപ്പോൾ ഹൈ എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ റീസണും സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ആൻഡ് അതിൽ നിന്ന് കാണുന്ന പിക്ചേഴ്സ്, അതിൽ വരുന്ന ബെസ്റ്റ് പിക്ചേഴ്സ് വെച്ചിട്ടായിരിക്കും അവർ നമ്മുടെ വർക്കിനെ അളക്കുന്നത്. അത് നമ്മുടെ വർക്കിനെ അവർ മെഷർ എപ്പോഴും ചെയ്യുന്നത് ആ വർക്ക്സ് വെച്ചിട്ടായിരിക്കും. അവരൊരിക്കലും ചിന്തിക്കില്ല അവരെത്രത്തോളം ഈ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റ് അവരെടുത്തതോ, അല്ലെങ്കിൽ അതിന് എത്ര സമയം വേണ്ടിയൊന്നോ അവർ ചിത്രം എടുക്കുകയാണെന്നൊന്നും അവർ വിചാരിക്കില്ല. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ക്ലയൻസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവരൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കില്ല. അവർ നമ്മുടെ അടുത്ത് വരും, എനിക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം വേണം, അതും ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വേണം. ചിലപ്പോൾ ആ ഒരു പിക്ചർ എടുക്കാൻ മേ ബി മറ്റൊരു ക്ലയൻറ്റ് കൊടുത്തിരിക്കുന്ന 1 ലക്ഷം ആണെങ്കിൽ നമുക്ക് വെറും കിട്ടുന്നത് 10,000 രൂപയായിരിക്കും. സോ ഹൈ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ മറ്റൊരു പ്രൊഫൈലിൽ നിന്ന് മറ്റൊരു ഫോട്ടോഗ്രാഫറിൻ്റെ അയാളുടെ ബെസ്റ്റ് വർക്ക് മാത്രമേ അയാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അയാൾ 100 ചിത്രങ്ങളെടുത്ത് അതിനകത്ത് 1-2 അയാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ ആ 2 പിക്ചർ എടുത്തിട്ട് വന്നിട്ടായിരിക്കും നമ്മുടെ ക്ലയൻറ്റ് നമ്മളെടുത്ത് പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ ചിത്രം വേണമെന്നുള്ളത്. സോ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻറ്റ്സും ഞാനിപ്പോൾ കാണുന്നവരും അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. ആൻഡ് അവർക്ക് ഒട്ടും പൈസ ഫോട്ടോഗ്രാഫി ഗിഗ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. അവർക്ക് 10,000-20,000 രൂപയ്ക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപേൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. ആൻഡ് അത് നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് ഒരുപാട് വെല്ലുവിളിയാണ്. സോ അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ഫോട്ടോഗ്രാഫി പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഇമ്പ്രൂവ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അൺഅവെയർ ആണ് ഈ കാര്യത്തിനെ കുറിച്ച്. പക്ഷേ അതാണൊരു സത്യം. നമുക്ക് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻറ്റ്സും ചെറിയ പൈസയ്ക്ക് വലിയ ഔട്ട്പുട്ട്, അതായത് ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്നവർ മാത്രമാണ്. സോ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ തന്നെ, ക്ലയൻസ് വരുമ്പോൾ തന്നെ അവരുടെ അടുത്ത് പറയുക ഈ ഒരു ഫോട്ടോനെ കുറിച്ച്, ഈ ഒരു ഫോട്ടോ എടുത്തതിനെ പറ്റി. ഇപ്പോൾ അവർ നിങ്ങൾക്ക് റെഫറൻസ് കാണിച്ചു തരുവാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്ത സന്ദർഭവും അതിന് എൻവയോൺമെൻറ്റും നിങ്ങൾക്ക് അസ് എ ഫോട്ടോഗ്രാഫർ നമുക്കൊരു ഫോട്ടോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് കിടന്നിട്ടുണ്ടെന്നുള്ളത്. സോ അതൊക്കെ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക. എന്നിട്ട് അവരോട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക്, അതായത് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ വിൽ ക്ലിക്ക് ദ ഫോട്ടോ എന്ന് പറയാം. ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള ചിത്രങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയാം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അസ് എ ഫോട്ടോഗ്രാഫർ. സോ ദ 4 ചലഞ്ച് എവറി ഫോട്ടോഗ്രാഫേഴ്സ് ഫേസ് ഇൻ 2022 ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. യെസ്, ഐ സെഡ് ഇറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരുപാട് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ ഇപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ വരുമ്പോൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് നോക്കുകയാണെങ്കിലും ലൈറ്റ് റൂം നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ലൂമിനാർ പോലുള്ള ഹൈ എൻഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലും
ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആൻഡ് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള പുതിയ പുതിയ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ ഫ്രീ ആയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫോട്ടോഗ്രാഫ്സ് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അതും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പോസസിൽ നിങ്ങൾക്ക് പടം കിട്ടും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡ്രസ്സസിൽ നിങ്ങൾക്ക് പടം കിട്ടും. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറ് മാറ്റാം. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ആൻഡ് ഇറ്റ്സ് ഫ്രീ. സോ നമ്മൾ പണ്ട് നമ്മുടെ പഴയ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ പറയുമായിരുന്നു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി നമ്മുടെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന നീഷിനെ ഇല്ലാതാക്കും എന്നുള്ളത്. ആൻഡ് ഇറ്റ് നെവർ ഹാപ്പൻ. സോ ഇറ്റ് ഹെൽപ്പ് സോ മെനി പീപ്പിൾ ടു ബീയിങ് എ പാർട്ട് ഓഫ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി. ഒരുപാട് പുതിയ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് വന്നു, ഒരുപാട് നല്ല ചിത്രങ്ങൾ വന്നു. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്നു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി. ആൻഡ് ഇപ്പോൾ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ സോഫ്റ്റ്വെയർസും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ക്യാമറാസ് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫീനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് ശരിക്കും ഫോട്ടോഗ്രാഫിക്ക് ഒരു ചലഞ്ചാണോ? ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് രണ്ട് സൈഡുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു മൊമെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയില്ല. ആ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഒരു ക്യാമറയിൽ. അല്ലാണ്ട് നിങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്താൽ പോലും ആ ഒരു ചിത്രം അതേപോലെ പകർത്താൻ സാധിക്കില്ല സം മൊമെൻറ്റ്സ്. സോ അങ്ങനെയുള്ള മൊമെൻറ്റ്സിന് ഫോട്ടോഗ്രാഫേഴ്സിന് അപ്പോഴും ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത് യൂസ് ചെയ്ത് അതിൻ്റെ ഭംഗി കൂട്ടുക എന്നല്ലാണ്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ആ ഒരു മൊമെൻ്റാണ്. ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഒരു ഫോട്ടോഗ്രാഫർക്ക് മാത്രമേ കഴിയുള്ളൂ. എത്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാലും റിയലിസ്റ്റിക് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതൊരു ചലഞ്ചാണ്. ഇറ്റ് വിൽ എഫക്ട് സോ മെനി പീപ്പിൾ ഹു ഡോണ്ട് നോ മച്ച് അബൌട്ട് ടെക്നിക്കൽ സൈഡ്സ് ഓഫ് ഫോട്ടോഗ്രാഫി. ഒരുപാട് പേര് അത് എഫക്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട്, അതായത് സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയാത്തവർ, അതായത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർ, അങ്ങനെയുള്ളവരൊക്കെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. ജസ്റ്റ് ഫോട്ടോസ് മാത്രം എടുക്കുന്നവർ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അറിയാത്തവർ, അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ പറയുന്ന അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ സോഫ്റ്റ്വെയർസ്. ഒരുപാട് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതും ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ആൻഡ് അതൊക്കെ നിങ്ങളുടെ ഫോട്ടോസിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്താ ഒരു ചലഞ്ചായി കാണാതെ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. എന്നിട്ട് അവിടെയൊക്കെ യൂസ് ചെയ്ത് make good images. So end of the day, can you make a good image using whatever you got? If you can, you are a winner. If you can't, കീപ് ട്രൈയിങ്. ശരിക്കും നമ്മൾ പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആവണം 2022 എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ട്രൈ ഹാർഡർ, ലേൺ എ കോഴ്സ്. ഐ ഓൾവേസ് ടെൽ മൈ ഫ്രണ്ട്സ് ഹു വാണ്ടഡ് ടു ബിക്കം എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, നിങ്ങളൊരു കോഴ്സ് പോയി പഠിക്കുക. നിങ്ങൾ ബേസിക്സ്, അതായത് ഫോട്ടോഗ്രാഫി ബേസിക്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഒരു ക്ലാസ്സിൽ പോയി നിങ്ങളുടെ അതേ മൈൻഡുള്ള ആൾക്കാരുടെ കൂടെ, അതായത് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് പഠിച്ച് അവരുടെ കൂടെ ഇരുന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോളജ് ഒരിക്കലും ഒരു യൂട്യൂബറിനും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. സോ പുറത്ത് പോവുക, പഠിക്കുക. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി പഠിക്കണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പഠിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതിനൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിക്കാം, അല്ലെങ്കിൽ ബാക്കി എന്ത് നോക്കി പഠിക്കാം. പക്ഷേ ഒരു ക്ലാസ്സിൽ പോയി ഒരു ലെക്ചറിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അപ്പം തന്നെ സംശയം ചോദിച്ച് അതിന് റിപ്ലൈ തരുന്ന ലെക്ചേഴ്സിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് കൂടെയുള്ള ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ കൂടെ ഇരുന്ന് പഠിച്ച് അവരോട് നിങ്ങളുടെ ആശയങ്ങൾ ഷെയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ഒരിക്കലും ബാക്കി ഒന്നിൽ നിന്നും കിട്ടത്തില്ല. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും കമൻറ്റിന് റിപ്ലൈ തരുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് കാണുന്നതാണ്. ഇറ്റ്സ് മീ നിതീഷ് സൈനിങ് ഓഫ്.